സുഭാഷിതങ്ങൾ 18, 19, 20, 21. യസ്യ അസ്തി വിത്തം സ നരകുലീനഃ സ പണ്ഡിതഃ സ ശ്രുതവാൻ ഗുണജ്ഞഃ സ ഏവ വക്ത സ ച ദർശനീയഃ സർവേ ഗുണാഃ കാഞ്ചന ആശ്രയന്തേ. യാതൊരുവനാണോ ധനമുള്ളത് അവൻ കുലമഹിമയുള്ളവനും പണ്ഡിതനും കീർത്തിശാലിയും ഗുണമഹിമ അറിയുന്നവനും അഭിപ്രായ പ്രകടന അധികാരിയും കാണാൻ കൊള്ളാവുന്നവനുമാണ്. എല്ലാ ഗുണങ്ങളും ധനത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ബുഭുക്ഷിതൈഹി വ്യാകരണം ന ഭുജ്യതേ പിപാസിതൈഹി കാവ്യരസോ ന പീയതേ ന വിദ്യയാ കേനചിത് ഉദ്ധൃതം കുലം ഹിരണ്യമേവാർജയ നിഷ്ഫലാ കലാ. വിശന്നു വലഞ്ഞവൻ വ്യാകരണം ഭക്ഷിക്കുന്നില്ല, ദാഹിച്ചു വലഞ്ഞവൻ കാവ്യരസം കുടിക്കുന്നില്ല. വിദ്യാഭ്യാസം കൊണ്ട് ആരും സ്വവംശത്തെ ഉന്നതിയിൽ എത്തിച്ചിട്ടില്ല. അതുകൊണ്ട് ധനം തന്നെ സമ്പാദിക്കുക. ശാസ്ത്രം പഠിച്ചതുകൊണ്ട് ഫലമില്ല. ശാസ്ത്രത്തെ നമുക്ക് ധനം ആക്കാനുള്ള വഴിയുണ്ട്, അത് ചെയ്യണം എന്ന് സാരം. ന തദസ്തി ഇതി ജഗത്യസ്മിൻ തദർത്ഥേന ന സിദ്ധ്യതി അധോസ്മിൻ ഭുവനേ ധീമാൻ ധനമേകം പ്രസാദയേത്. ധനം കൊണ്ട് നേടുവാൻ കഴിയാത്തതായി ഈ ലോകത്ത് യാതൊന്നുമില്ല. അതുകൊണ്ട് അല്ലയോ ബുദ്ധിമാന്മാരെ, നിങ്ങൾ ധനം മാത്രം വേണ്ടുവോളം നേടണം. ക്ഷണശഃ കണശശ്ചൈവ വിദ്യാമർദ്ധം ച സാധയേത്. ക്ഷണേ നഷ്ടേ കുതോ വിദ്യ കണേ നഷ്ടേ കുതോ ധനം. ഒരു ക്ഷണവും നഷ്ടമാക്കാതെ വിദ്യ സമ്പാദിക്കുകയും ഒരു ചെറിയ നാണയം പോലും നഷ്ടപ്പെടുത്താതെ സമ്പത്ത് ആർജിക്കുകയും വേണം. ക്ഷണനേരങ്ങളും ചെറുനാണയങ്ങളും നഷ്ടപ്പെടുത്തിയാൽ അറിവും സമ്പത്തും എങ്ങനെ ഉണ്ടാകും? ഈ സുഭാഷിതങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ.